തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തിൽ നിന്നുള്ള വായന 13-ാം അധ്യായം. ശിമെയോൻ നേതാവ്. യൂദാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ശിമെയോൻ അറിഞ്ഞു. ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു. അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേലിനു വേണ്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രം അവശേഷിക്കുന്നു. ഒരു വിപത്ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല. എൻ്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ. എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിൻ്റെയും നിന്റെ സഹോദരനായ ജോനാഥാൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും. യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു. വലിയൊരു സൈന്യവുമായി അബ്സലോമിൻ്റെ മകൻ ജോനാഥാനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു. തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു. ജോനാഥാൻ്റെ മരണം. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമൈസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്തുണ്ടായിരുന്നു. സമതലത്തിനെതിരെയുള്ള അതിതായിൽ ശിമിയോൻ പാളയമടിച്ചു. സഹോദരനായ ജോനാഥിന് പകരം ശിമിയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു, താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവമുണ്ടാക്കാതിരിക്കേണ്ടതിന് 100 താലന്ത് വെള്ളിയും ആൾജാമ്യമായി അവൻ്റെ 2 പുത്രന്മാരെയും തരിക. അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം. ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ശിമെയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ശിമെയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാൻ ഇടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല, ജോനാഥനെ വിട്ടയച്ചതുമില്ല. രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അദോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റി വന്നു. എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ശിമെയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. തൻ്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി. എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗിലെയാദ് ദേശത്തേക്ക് കടന്നു. ബാസ്കാമായുടെ സമീപത്തെത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി.
ശിമിയോൻ തൻ്റെ സഹോദരനായ ജോനാഥൻ്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദേനിൽ സംസ്കരിച്ചു. ഇസ്രയേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു. അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു. ശിമിയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു. എല്ലാവർക്കും കാണത്തക്കവിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻപിൻഭാഗങ്ങൾ ഉയർത്തിപ്പണിതു. പിതാവിനും മാതാവിനും 4 സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ 7 പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു. ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിന്മേൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു. അവയോട് ചേർന്ന് സമുദ്ര സഞ്ചാരികൾക്ക് കാണത്തക്കവിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു. മൊദേനിൽ അവൻ പണി കഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു. ദെമെത്രിയസുമായി സഖ്യം. യുവരാജാവായ അന്ത്യോക്കസിനെ ട്രിഫോ ചതിച്ചു കൊന്നു. അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി. ദേശത്തു വലിയ വിപത്ത് വരുത്തിവെച്ചു. എന്നാൽ ശിമിയോൻ യൂദയായിലെ ശക്തിദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി. ശക്തിദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു. അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദെമെത്രിയൂസിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ. അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദെമെത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ ശിമിയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദെമെത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണ കിരീടവും ഈന്തപ്പന കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും. നിങ്ങൾ നിർമ്മിച്ച ശക്തിദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കും. ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ജെറുസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനിയും പിരിക്കുന്നതല്ല. എൻ്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ്. നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ. 170 ആണ്ടിൽ വിജാതിയരുടെ മുഖം ഇസ്രയേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ശിമിയോൻ്റെ 1-ാം ഭരണവർഷം എന്ന് അന്നു മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി. ഇസ്രയേലിനു സ്വാതന്ത്ര്യം. ശിമെയോൻ ഗെസറായ്ക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു. യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിൻ്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി. യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു. അവിടെ വലിയ സംഭ്രാന്തി ഉളവായി. നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ശിമെയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായല്ല, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു. ശിമെയോൻ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ നിന്ന് അവൻ അവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു. അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്തു കടക്കുന്നതോ നിരോധിച്ചിരുന്നു. തന്മൂലം അവർ വിശന്നു വലഞ്ഞു. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. സമാധാനത്തിനായി ശിമെയോനോട് അവർ കേണപേക്ഷിച്ചു. അവൻ അപ്രകാരം ചെയ്തു. എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു. 171 ആണ്ട് 2-ാം മാസം 23-ാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കൊമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു.
ഇസ്രയേലിൻ്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ശിമെയോൻ കൽപ്പിച്ചു. കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും അവിടെ താമസമാക്കി. തൻ്റെ മകൻ യോഹന്നാനു പ്രായപൂർത്തിയായി എന്ന് കണ്ട് ശിമെയോൻ അവനെ സർവ്വ സൈന്യാധിപനാക്കി. അവൻ ഗെസറായിൽ വാസമുറപ്പിച്ചു. മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 14. ശിമെയോന്റെ മഹത്വം. 172 ആണ്ടിൽ ദെമേത്രിയുസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മിദിയായിലേക്ക് പുറപ്പെട്ടു. ദെമേത്രിയുസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മിദിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ദെമേത്രിയുസിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ശിമെയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തിയുണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവൻ്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിനു മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗെസറായും ബേത്സൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിന് കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലമുഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധസജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രയേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. സ്പാർത്തയും റോമായുമായി സഖ്യം പുതുക്കുന്നു. ജോനാഥാന്റെ മരണവാർത്ത റോമായിലും സ്പാർത്തയിലും എത്തി. അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥാന്റെ സ്ഥാനത്ത് അവൻ്റെ സഹോദരൻ ശിമെയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവൻ്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു. അവൻ്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ശിമെയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചളഫലകത്തിൽ അവൻ എഴുതി. ഇത് ജെറുസലേമിലെ സമൂഹത്തിൻ്റെ മുൻപാകെ വായിക്കപ്പെട്ടു. സ്പാർത്തക്കാരയച്ച കത്തിൻ്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ശിമെയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും സ്പാർത്ത നഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമപ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ ദൂതന്മാരായ അന്തിയോക്കസിൻ്റെ മകൻ നുമേനിയൂസും ജാസൻ്റെ മകൻ അന്തിപ്പാത്തറും ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താൽപ്പര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്തക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോന് അവർ അയച്ചു കൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയമായി നുമേനിയൂസിനെ ശിമെയോൻ റോമയിലേക്ക് അയച്ചു. ശിമെയോന് ബഹുമതി.
ഇത് കേട്ട് ജനം പറഞ്ഞു, ശിമിയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രയേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അവർ എഴുതിയിരുന്നതിൻ്റെ പകർപ്പ് ഇതാണ്. 172 ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ശിമെയോൻ്റെ മൂന്നാം ഭരണവർഷം ഏലൂൽ മാസം 18 ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ യുദ്ധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കെ യോയാറിബിൻ്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിൻ്റെ മകൻ ശിമെയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുരക്ഷിക്കുന്നതിനായി രാജ്യത്തിൻ്റെ ശത്രുക്കളോട് എതിരിട്ടു. അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാകുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ശിമിയോൻ തൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി. രാജ്യത്തിൻ്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബെത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസാറായും സുരക്ഷിതമാക്കി. അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിനാവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ശിമിയോൻ്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാനുറച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവൻ്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവൻ്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതിയരെ രാജ്യത്തു നിന്ന് തുരത്തി. അതുപോലെ ജെറുസലേമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു. അവൻ അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ ദെമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജമിത്രങ്ങളിലൊരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ശിമിയോൻ്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചുവെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമിയോൻ നേതാവും പ്രധാന പുരോഹിതനും ആയിരിക്കട്ടെ എന്നും യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവൻ്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണ ആഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവൻ്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവൻ്റെ അനുവാദം കൂടാതെ രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലുമൊന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമിയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദ ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമിയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തളത്തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിൻ്റെ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമിയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ ഒരു പകർപ്പ്
ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.